കൗരവ പാണ്ഡവരെല്ലാവരും തങ്ങളുടെ വ്യൂഹങ്ങളെല്ലാം തയ്യാറാക്കി നിൽക്കുകയാണ്. അവരുടെ കഴിഞ്ഞ ദിവസമുണ്ടായ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും തന്നെ അവരെ വിട്ടു പോയിട്ടില്ല. ചിലവർക്ക് ആത്മവിശ്വാസമുണ്ട്, ചിലവർക്ക് ക്രോധവുമുണ്ട്. എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ 5-ാം ദിവസം സംഭവിക്കുന്നത്? ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യം, എൻ്റെ കൈക്കെന്ത് പറ്റി? ഒരു ഗുണപാഠം വെച്ച് ഞാൻ തുടങ്ങാം. നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വന്നിട്ട് നമ്മളെ സോപ്പിട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ, അറിയാത്ത പരിപാടി, ഒരു തവണയെങ്കിലും ചെയ്തു പരിചയമില്ലാത്ത പരിപാടിക്ക് ഡയറക്റ്റ് ചാടിക്കറി ഇങ്ങനെ ചെയ്യാൻ പോകരുത്. ഇതുപോലത്തെ പണി കിട്ടും. അറ്റ്ലീസ്റ്റ് ആളുകൾ ചെയ്യുന്നത് നോക്കിക്കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ചെയ്യുക. കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു, വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് സ്റ്റിച്ചേ ഉള്ളൂ, അപ്പോൾ ചെറിയൊരു വേദനയുണ്ട്, അപ്പോൾ അതാണ് കൈക്ക് പറ്റിയത്. അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കളയാതെ കുരുക്ഷേത്ര യുദ്ധത്തിലെ 5-ാം ദിവസം എന്തെല്ലാം സംഭവിച്ചു എന്ന് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 7-ാമത്തെ എപ്പിസോഡ് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. പോരാട്ടത്തിന് സജ്ജമായി നിൽക്കുന്ന കൗരവരും പാണ്ഡവരും. കൗരവപക്ഷത്തിൽ ഭീഷ്മാചാര്യരുടെ നേതൃത്വത്തിൽ മകരവ്യൂഹമാണ് ഇന്നവർ നിർമ്മിച്ചിരിക്കുന്നത്. മകരം എന്ന് പറയുമ്പോൾ മുതല എന്ന് പറയുമെങ്കിലും മുതലയും മീനും കൂടെ ചേർന്ന ഒരു ജീവിയാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ചിലയിടങ്ങളിൽ മകരവ്യൂഹമായിട്ട് വരച്ചു കാണിക്കുന്നത് ഒരു സ്രാവിനെയാണെങ്കിൽ പോലും മകരമെന്ന് പറയുമ്പോൾ അത് സ്രാവല്ല, അത് ഏകദേശം മുതലയെ പോലത്തെ ഒരു ജീവിയാണെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മകരവ്യൂഹമാണ് ഭീഷ്മാചാര്യർ ചമച്ചേക്കുന്നത്. എല്ലായ്പ്പോഴും പോലെ മകരവ്യൂഹത്തിൻ്റെ പടത്തലയ്ക്കൽ അദ്ദേഹം തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. കൗരവർ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്നത് കണ്ട പാണ്ഡവർ ഇന്നത്തെ ദിവസം നിർമ്മിച്ചിരിക്കുന്നത് ശയനവ്യൂഹം എന്ന് പറഞ്ഞൊരു വ്യൂഹമാണ്. ഈ ശയനവ്യൂഹം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പരുന്തിനെ പോലത്തെ ഒരു വ്യൂഹമാണ്. പക്ഷേ പരുന്തല്ല, ഹോക്ക് എന്ന് പറയുന്ന ജീവിയുണ്ടല്ലോ, ഹോക്ക് ഇങ്ങനെ റാഞ്ചി പോണ സംഭവം. അപ്പോൾ ഹോക്കിൻ്റെ ഒരു രൂപത്തിലുള്ളൊരു വ്യൂഹമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒഫൻസീവായിട്ടുള്ളൊരു വ്യൂഹമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശയനവ്യൂഹം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ശയനവ്യൂഹത്തിൻ്റെ പടത്തലയ്ക്കലായിട്ട്, അതായത് ഹോക്ക്, ഈ ഒരു കിളിയുടെ കൊക്കിൻ്റെ ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭീമസേനനുമാണ്. അങ്ങനെ പോരാട്ടം തുടങ്ങുന്നു. പോർ കാഹളം മുഴങ്ങുന്നു, പാഞ്ചജന്യം കേൾക്കുന്നു, അങ്ങനെ എല്ലാ ശംഖുനാദങ്ങളും കേൾക്കുന്നു, പോർ പെരുമ്പറ മുഴങ്ങുന്നു. ഹരഹര മഹാദേവ എന്ന് പോർവിളി മുഴക്കിക്കൊണ്ട് ഇരുപക്ഷക്കാരും പരസ്പരം ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകാശമാർഗം നോക്കുമ്പോഴത്തേക്കും മുതലയുടെ രൂപത്തിലുള്ള വ്യൂഹവും അതുപോലെ തന്നെ റാഞ്ചാൻ വരുന്ന പരുന്തിൻ്റെ രൂപത്തിലുള്ള വ്യൂഹവും പരസ്പരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോരാട്ടം അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ആരംഭിച്ചത് ഭീമസേനൻ കൗരവരുടെ മകരവ്യൂഹത്തിനെ തകർത്തുകൊണ്ട് ഈ ഒരു ശയനവ്യൂഹവുമായി ഉള്ളിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ ഭീമൻ ഈ വ്യൂഹവും തകർത്ത് ഉള്ളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭീമൻ നേരെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഭീഷ്മരെടുത്താണ്. ഒരാവശ്യമില്ലാതെ ഭീമൻ ഭീഷ്മർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മരുടെ മുഖത്ത് യാതൊരുവിധ വികാരമാറ്റങ്ങളുമില്ല. ഭീഷ്മർ അതിവിദഗ്ധമായി ആ അസ്ത്രങ്ങളെ മുറിച്ചിട്ടു. എന്നിട്ട് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് കുളിപ്പിച്ചു. ഭീമനെ മാത്രമല്ല, കൂടെ പാണ്ഡവ സൈന്യത്തിനെയും ഭീഷ്മർ വളരെ ശക്തമായി പ്രഹരിച്ചു. ഇത് കണ്ട അർജുനൻ തൻ്റെ സൈന്യം കഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ തൻ്റെ രഥത്തിൽ പാഞ്ഞവിടെ എത്തി ഭീഷ്മരുമായി പോരാടി തുടങ്ങി. ഭീഷ്മർ അയക്കുന്ന അസ്ത്രങ്ങളെ അർജുനൻ മുറിച്ചിടുന്നു, അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങളെ ഭീഷ്മർ മുറിച്ചിടുന്നു. അങ്ങനെ ഈ പോരാട്ടം അങ്ങനെ മുറുകി തുടങ്ങിയപ്പോഴത്തേക്കും ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറഞ്ഞു, ആചാര്യ, അങ്ങിലും പിതാമഹനിലുമാണ് നമ്മളുടെ ഏറ്റവും വലിയ വിശ്വാസം, എത്രയും പെട്ടെന്ന് നമുക്ക് ഹിതമായിട്ടുള്ള കാര്യം ചെയ്താലുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദ്രോണർ പാണ്ഡവ പക്ഷത്തിൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇട്ടിച്ചങ്ങ് കയറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മഹാന്മാരായിട്ടുള്ള യോദ്ധാക്കളെ എല്ലാം ദ്രോണർ നേരിട്ടു. ഒരുപാട് യോദ്ധാക്കളെ ദ്രോണർ വീഴ്ത്തി. പെട്ടെന്ന് ദ്രോണർ അയച്ച അസ്ത്രങ്ങളെ മറ്റൊരു അസ്ത്രം വന്ന് മുറിച്ചങ്ങിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് സാത്യകിയായിരുന്നു. സാത്യകി വീണ്ടും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. ദ്രോണരും സാത്യകിയും തമ്മിൽ ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം. എന്നാൽ ഇതിനിടയിൽ ആർക്കും കാണാൻ പറ്റാത്ത രീതിക്ക് അനായാസമായ വേഗതയിൽ സാത്യകി അയക്കുന്ന അസ്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തൻ്റെ പടുകൂറ്റൻ വില്ലിൽ നിന്ന് 3 അസ്ത്രങ്ങൾ ഇത് സാത്യകിയുടെ തോളിലേക്ക് ഇടിച്ചു കയറ്റി. ഇത് കണ്ടുടനെ തന്നെ ഭീമൻ പെട്ടെന്ന് അവിടെ എത്തി സാത്യകിയെ സപ്പോർട്ട് ചെയ്ത് രക്ഷിച്ചുകൊണ്ട് പോയി. എന്നാൽ ഭീമൻ അവിടെ എത്തിയ ഉടനെ തന്നെ ഭീമന് നേരെ ഭീഷ്മരും ദ്രോണരും കൂടെ ശല്യരും കൂടെ അസ്ത്രങ്ങൾ ചെയ്ത് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ടങ്ങ് മൂടി. അപ്പോൾ ഇങ്ങനെ അസ്ത്രങ്ങൾ വരുന്നത് കണ്ടുടനെ ദൂരത്ത് നിന്ന് ഒരുപാട് അസ്ത്രങ്ങൾ വന്ന ആ അസ്ത്രങ്ങളെ മുറിച്ചിട്ടു. അവിടെ ഭീമനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയത് അഭിമന്യുവും ദ്രൗപദീ പുത്രന്മാരായിട്ടുള്ള ഉപപാണ്ഡവരുമായിരുന്നു. കൂടെ താമസിയാതെ തന്നെ ശിഖണ്ഡിയും എത്തി. അപ്പോൾ യോദ്ധാവായ ശിഖണ്ഡി അയച്ച അസ്ത്രങ്ങൾ ആകാശത്തിൽ ഇങ്ങനെ മഴ വരുന്നത് പോലെ വരുന്നത് കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ എല്ലാവരും കണ്ടു. ഇതിനെല്ലാം അവർ പ്രതിരോധിച്ചു. എന്നാൽ അപ്പോഴാണ് മഹാമയനായ ഭീഷ്മർ ആലോചിച്ചത്, ശിഖണ്ഡി ഒരു പുരുഷനാകുന്നതിന് മുൻപ് ശിഖണ്ഡിനി എന്ന പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീഷ്മർ തൻ്റെ ആയുധം താഴ്ത്തി. ഇത് കണ്ടുടനെ തന്നെ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറഞ്ഞു, ആചാര്യ, എത്രയും പെട്ടെന്ന് പിതാമഹനെ സംരക്ഷിച്ചാലും അദ്ദേഹം ആയുധം താഴ്ത്തിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ദ്രോണർ അവിടെ എത്തി.
ശിഖണ്ഡി നേരത്തെ ശിഖണ്ഡിനി എന്ന പെൺകുട്ടിയായിരുന്നു എന്ന കാര്യം ഓർമ്മ വന്നിട്ടാണല്ലോ ഭീഷ്മർ തൻ്റെ ആയുധം താഴ്ത്തിയത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ തൻ്റെ സത്യപ്രതിജ്ഞയും ഓർമ്മ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ആയുധം താഴ്ത്തിയത്. ദ്രോണാചാര്യർ ഒരുമാതിരി അവിടെ വന്നിട്ട് എനിക്കതൊരു വിഷയമേ അല്ല, എൻ്റെ എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും ഞാൻ പോരാടും എന്നുള്ള രീതിക്ക് ദ്രോണാചാര്യർ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ദ്രോണാചാര്യരുടെ മുന്നിൽ ശിഖണ്ഡിക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ശിഖണ്ഡി അവിടെ നിന്ന് ഓടി. പിന്നീട് ഭീഷ്മരും ദ്രോണരും കൂടെ അവിടെ നിന്നുകൊണ്ട് ഗംഭീര പ്രകടനമായിരുന്നു. ഭീഷ്മർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ധൃതരാഷ്ട്രപുത്രന്മാർ ബാക്കിയുള്ള 92 എണ്ണത്തിനെയും ഭീമനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കൗരവ രാജകുമാരന്മാർക്ക് ഭീമനെ അല്പം ഭയമായെന്നുള്ള കാര്യം. കാരണം ഭീമൻ സത്യപ്രതിജ്ഞ എടുത്തു, അത് നിർവഹിക്കുമെന്നൊരു പക്ഷേ ഇവർ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. ഒറ്റ ദിവസമാണ് 8 എണ്ണത്തിനെ വീഴ്ത്തിയത്. അപ്പോൾ അതവരുടെ മനസ്സിനെ പിടിച്ച് നല്ലപോലെ കുലുക്കിയിട്ടുണ്ട് അല്ലേ. ഇസ്രായേലും സഹോദരങ്ങളല്ലേ. അപ്പോൾ ആ ഒരു ഭയം കൗരവ രാജകുമാരന്മാർക്കുള്ളതുകൊണ്ട് ഭീഷ്മർക്ക് ഇന്ന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ബാക്കിയുള്ള 92 എണ്ണത്തിനെയും രക്ഷിക്കണം, അതിനെന്തും ചെയ്യും എന്നുള്ള രീതിക്ക് ഭീഷ്മർ ഭയങ്കരമായിട്ട് പോരാടുന്നു. ഭീഷ്മരുടെ അസ്ത്രങ്ങളിൽ അവിടെ വീണു തീർന്ന യോദ്ധാക്കൾക്ക് കയ്യും കണക്കുമില്ല. ഇതിനിടയിൽ പരിഭ്രാന്തിയിൽ ഗജസൈന്യങ്ങൾ പരസ്പരം ആക്രമിക്കുന്നു, കുതിര സൈന്യങ്ങൾ പരസ്പരം ആക്രമിക്കുന്നു. അങ്ങനെ ഭയാനകമായ പോരാട്ടം. യുദ്ധഭൂമിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഗദകൾ തമ്മിൽ മുട്ടുന്ന ശബ്ദം, വാളുകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം, ആനകളുടെ ചിഹ്നം വിളി, കുതിരകളുടെ ശബ്ദം, കുളമ്പടി നാദം, എന്താ പൊടി ഇങ്ങനെ പറന്നു പോകുകയും പിന്നെ ചുവന്ന നിറത്തിൽ ഭൂമി നനയുമ്പോഴത്തേക്കും പൊടിപടലങ്ങൾ പിന്നെ പറക്കാതാകുന്നതുമല്ല അകക്കണ്ണിൽ കാണാൻ കഴിയും. കാരണം അതുപോലെ ഭയാനകമായ പോരാട്ടം. ചില കൈകളെല്ലാം ആയുധങ്ങൾ പിടിച്ചുകൊണ്ടാണ് നിലത്ത് കിടക്കുന്നത്. അങ്ങനെ കണ്ടാൽ ഭയക്കുന്ന രീതിക്കും മനസ്സുമെടുക്കുന്ന രീതിക്കുമുള്ള ഒരു പോരാട്ടമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചില യോദ്ധാക്കൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് മുഷ്ടിയുദ്ധം വരെ യുദ്ധഭൂമിയിൽ നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഭീഷ്മരെ പടത്തലയ്ക്കൽ നിർത്തിക്കൊണ്ട് ദുര്യോധനൻ പാണ്ഡവ പക്ഷത്തിനിടയിലേക്ക് ഇരച്ചു കയറി. അവരെ നേരിടുവാനായിട്ട് പാണ്ഡവ പക്ഷത്തിൽ ഭൃഗോദരൻ ഭീമസേനനും ഭീമസേനൻ്റെ കൂടെ മറ്റുള്ള പാണ്ഡവരും അണിനിരന്നു. എന്നാൽ ഭീഷ്മരുടെ കടന്നു കയറിയുള്ള ഈ പ്രയോഗം കണ്ടുടനെ തന്നെ അർജുനൻ തീരുമാനിച്ചു, ഞാൻ തന്നെ പിതാമഹനെ നേരിടണം. ഉടനെ അർജുനൻ തൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാണുല ഏൽപ്പിച്ചു. ഉടനെ കൃഷ്ണൻ്റെ പാഞ്ചജന്യം കേട്ടു. ഭീഷ്മർ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കിരീടി, അതായത് അർജുനൻ തന്നെ ലക്ഷ്യമാക്കി വരുന്നത് ഭീഷ്മർ കണ്ടു. ഭീഷ്മർ യാതൊരുവിധ വികാരമാറ്റവും മുഖത്ത് വരാതെ അർജുനൻ്റെ നേരെ നോക്കി. എന്നിട്ട് ആയുധമുയർത്താൻ ഒരുങ്ങിയ സമയത്ത് അർജുനൻ്റെ വില്ലിൽ നിന്ന് ഒരേ സമയം 100 കണക്കിന് അസ്ത്രങ്ങൾ ആകാശത്തേക്ക് പോകുന്നവർ കണ്ടു. അത്രത്തോളം അമാനുഷികമായിട്ടുള്ളൊരു പ്രകടനം. കൗരവപക്ഷം നോക്കി നിൽക്കവേ ആകാശത്തിൽ ഇങ്ങനെ അസ്ത്രങ്ങൾ ഇങ്ങനെ കൊണ്ട് നിറയുകയാണ്. അസ്ത്രങ്ങൾ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ ദിശ ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആകാശത്തിൽ സൂര്യനെ മറച്ചുകൊണ്ട് അസ്ത്രങ്ങൾ വരുന്നത് കണ്ടിട്ട് കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ ഭയക്കുന്നു. ദുര്യോധനന് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, രാജാവാണല്ലോ. എന്നാൽ ഭീഷ്മർ അപ്പോഴും മുഖത്ത് യാതൊരുവിധ വികാരമാറ്റവുമില്ലാതെ ഇവിടെ നിൽക്കുന്നു. ഭീഷ്മരുടെ ഈ ഒരു ധൈര്യം കണ്ടിട്ട് കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾ എല്ലാവരും ഓടി ഭീഷ്മരെ ശരണം പ്രാപിച്ചു. അങ്ങനെ മാദ്രരും സൗവീരരും ഗാന്ധാരരും ത്രികർദ്ധരും കലിംഗരും കൂടെ നാഗദേശത്തിലെ സൈന്യങ്ങളും ഒരുപാട് യോദ്ധാക്കളുമായി ദുശാസനനുണ്ട്. ദുശാസനനൊപ്പം തന്നെ മറ്റൊരു ഭാഗത്തായി ജയദ്രഥനും വലിയൊരു സൈന്യവുമുണ്ട്. ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം 14,000 കുതിരപ്പടയാളികളുടെ അകമ്പടിയോടുകൂടി സംരക്ഷണത്തോടുകൂടി ശകുനി യുദ്ധഭൂമിയിലുണ്ട്. അങ്ങനെ ഓരോ മഹായോദ്ധാക്കളും നിരന്നു നിൽപ്പുണ്ട്. കൂടെ ഒരുപാട് രഥങ്ങൾ, ആനപ്പടയാളികൾ, കുതിരകൾ, ഇവരെല്ലാവരും പോരാട്ടത്തിന് സജ്ജമായി നിൽക്കുകയാണ്. ഈ സമയത്ത് മഹാരഥന്മാരും അതായത് മെയിൻ ലെവലിലുള്ള ടോപ്പ് ലെവലിലുള്ള യോദ്ധാക്കളെല്ലാവരും പരസ്പരം ആക്രമിച്ചു തുടങ്ങി. ഉടനെ തന്നെ ഗാന്ധീവധാരിയായ അർജുനൻ ഭീഷ്മർക്ക് നേരെ ഇരച്ചു ചെന്നു. ഭീഷ്മരും അർജുനനും ഇടയിലൊരു യുദ്ധമുണ്ടായി. രഥങ്ങൾ മുന്നോട്ട് വരുന്നു, പിന്നോട്ട് പോകുന്നു, വട്ടം ചുറ്റുന്നു. അങ്ങനെ അർജുനനും ഭീഷ്മരും തമ്മിൽ പോരാടിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഭീമസേനൻ ജയദ്രഥനുമായി പോരാടി തുടങ്ങി. ഭീമസേനൻ്റെ കൂടെ കാശി സൈന്യവുമുണ്ട്. ജയദ്രഥൻ്റെ കൂടെ നേരത്തെ പറഞ്ഞല്ലോ, ജയദ്രഥൻ്റെ കൂടെ ഒരു ദേശത്തെ സൈന്യം കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പോരാടി തുടങ്ങി. ഈ സമയത്ത് യുധിഷ്ഠിരൻ ശല്യരുടെ മാതൃദേശത്തിലെ സൈന്യവുമായി പോരാടി തുടങ്ങി. വികർണൻ സഹദേവനായും ചിത്രസേനൻ ശിഖണ്ഡിയുമായും പോരാടി തുടങ്ങി. ഈ സമയത്ത് മത്സ്യദേശത്തിലെ രാജാവ് അതായത് വിരാടൻ ദുര്യോധനനുമായി പോരാടി തുടങ്ങി. എന്നാൽ ദ്രോണരെ നേരിടാനായി എത്തിയത് 3 യോദ്ധാക്കളായിരുന്നു, ചേകിതാനൻ, ദ്രുപദൻ, പിന്നെ മഹാരഥനായ സാത്വികി. അവരും ദ്രോണാചാര്യരും തമ്മിൽ പോരാടി തുടങ്ങി. കൃപരും കൃതവർമാവും ദൃശകേതുവുമായി പോരാടി തുടങ്ങി. അങ്ങനെ ചുറ്റിനും സൈന്യങ്ങളെല്ലാവരും പരസ്പരം പോരാടിക്കൊണ്ടിരുന്നപ്പോൾ രഥങ്ങൾ ഇങ്ങനെ പരസ്പരം ആക്രമിക്കുന്നു. ഭീമൻ്റെയും ജയദ്രഥൻ്റെയും രഥങ്ങൾ വട്ടം ചുറ്റി പോരാടുന്നു. ഭീഷ്മരുടെ നേരെ ദ്രോണരുടെ നേരെ ഈ 3 രഥങ്ങൾ വരുന്നു. ദ്രോണർ അതിനനുസരിച്ച് പിന്നോട്ട് പോവുകയും സൈഡ് മാറിയും തിരിഞ്ഞുമെല്ലാം ഭയങ്കരമായ പോരാട്ടം.
ആകാശമാർഗം നോക്കുകയാണെങ്കിൽ രഥങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങി പോരാടുന്ന യുദ്ധം, ചുറ്റിനും ഭയങ്കരമായിട്ടുള്ള പോരാട്ടം, അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ആനകൾ ചവിട്ടി നശിപ്പിക്കുന്ന ശബ്ദം, കുന്തങ്ങൾ എറിയുന്ന ശബ്ദം, ഭയാനകമായ പോരാട്ടം കൊടുമ്പിരി കൊണ്ട് നിന്ന ഈ ഒരു സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആവാറായപ്പോൾ, നേരത്തെ പോരാടിക്കൊണ്ടിരുന്ന മഹാരഥന്മാർ, മെയിൻ ലെവലിലുള്ള യോദ്ധാക്കൾ റീഗ്രൂപ്പ് ചെയ്ത് മറ്റുള്ളവരായിട്ട് പോരാടി തുടങ്ങി. റീഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ഭീഷ്മരുടെ രഥത്തിന് നേരെ വന്നത് ശിഖണ്ഡിയുടെയും വിരാടൻ്റെയും രഥമായിരുന്നു. അർജുനൻ നേരെ കൃപാചാര്യർ, ദ്രോണാചാര്യർ, വികർണൻ അവരുടെ കൂടെയുള്ള രാജാക്കന്മാരുമായിട്ട് പോരാടാനായി അർജുനൻ അങ്ങോട്ട് മാറി. അപ്പോൾ അർജുനൻ അവർ 3 പേരെയും നേരിട്ട് കൊണ്ടിരുന്ന സമയത്ത് ജയദ്രഥൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും മറ്റുള്ള സൈനികരെയും കൂട്ടി അർജുനനെ നേരിടാനായിട്ട് അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് ഭീമസേനൻ പോരാടിക്കൊണ്ടിരുന്നത് ദുര്യോധനൻ്റെ കൂടെയും ദുസ്സഹൻ്റെ കൂടെയുമായിരുന്നു. അവർ 3 പേരും ശക്തരാണ്. 3 പേരും അവരുടെ വില്ലുയർത്തി പരസ്പരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 2 പേരെയും ഭീമസേനൻ നേരിട്ട് കൊണ്ടിരുന്ന ആ സമയത്ത് സഹദേവൻ ലക്ഷ്യം വെച്ചത് ശകുനിയെയും ശകുനിയുടെ മകനായ ഉലൂകനെയുമായിരുന്നു. അങ്ങനെ അവർക്കിടയിലൊരു പോരാട്ടമുണ്ടായി. ഈ സമയത്ത് ദേഷ്യം കൂടിയിട്ട് തന്നെ ആയിരിക്കണം രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ തൻ്റെ സൈന്യവുമായിട്ട് കൗരവപക്ഷത്തിൻ്റെ ഗജസൈന്യത്തിനെ ആക്രമിച്ച് നശിപ്പിച്ചു തുടങ്ങി. എന്നാൽ നകുലൻ ത്രികർത്തദേശത്തിലെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് ഇഴച്ചു കയറിയപ്പോഴത്തേക്കും തൻ്റെ ആയുധ പ്രകടനം കൊണ്ട് ത്രികർത്തദേശത്തിലുള്ള ഓരോ ആളുകളെയും ഭയപ്പെടുത്തി നകുലൻ. അങ്ങനെ ഓരോ ടോപ്പ് ലെവൽ യോദ്ധാക്കളും ഇങ്ങനെ ഒരു റീഗ്രൂപ്പിംഗ് നടന്നതിന് ശേഷം മറ്റുള്ള യോദ്ധാക്കളുമായി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഭീഷ്മർ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിരാടനെയും ശിഖണ്ഡിയുമാണല്ലോ. ഭീഷ്മർ കൗരവപക്ഷത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്. അപ്പോൾ ഒരു സർവ്വസൈന്യാധിപൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? സൈന്യത്തിനെ സംരക്ഷിക്കുക, രാജാവിനെ സംരക്ഷിക്കുക. വിരാടനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഭീഷ്മരുടെ ശ്രദ്ധയിൽ ഭീമസേനൻ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ദുര്യോധനനുമായിട്ടാണെന്ന് മനസ്സിലാക്കി. ഭീഷ്മർ പെട്ടെന്ന് ശരവർഷങ്ങൾ കൊണ്ട് വിരാടനെ ആക്രമിച്ചതിന് ശേഷം പെട്ടെന്ന് തൻ്റെ കൈവഴക്കം കൊണ്ട് ഈ വില്ലങ്ങോട്ട് മാറ്റി ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയച്ച് അവിടെ ഭീമസേനനെ ബ്ലോക്ക് ചെയ്തു തുടങ്ങി. ഈ സമയത്ത് അസ്ത്രങ്ങൾ ഭീമന് നേരെ ഇങ്ങനെ വന്നപ്പോൾ ഭീമൻ പിറക്കോട്ട് പോയി. ചില അസ്ത്രങ്ങൾ ഭീമൻ്റെ ദേഹത്ത് ഇങ്ങനെ എയ്ത് കയറി. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റുള്ളവരെല്ലാവരും ഭീമനെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഭീമൻ ഇങ്ങനെ പൊങ്ങി നോക്കി. എന്നിട്ട് തൻ്റെ ദേഹത്ത് നിന്ന് ഓരോ അസ്ത്രങ്ങൾ വീതം ഊരി വലിച്ചെറിഞ്ഞിട്ട് ഭീമൻ വളരെ ശക്തമായിട്ടുള്ളൊരു വേലെടുത്ത്, പൊന്നു കെട്ടിയ വേലെടുത്തൊന്ന് ചുഴറ്റിയിട്ട് നേരെ ഭീഷ്മർക്ക് നേരെ വലിച്ചെറിഞ്ഞു. ആകാശമാർഗം ആ വേലിങ്ങനെ പൊങ്ങിപ്പോയി ഭീഷ്മരുടെ നേരെ ഇങ്ങനെ താഴ്ന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഭീഷ്മർ വീണ്ടും തൻ്റെ വില്ലുമാറ്റി അങ്ങോട്ടേക്ക് അസ്ത്രം അയച്ചതിന് ശേഷം ആ അസ്ത്രം പറന്നു വരുന്ന ആ വേലിനെ മുറിച്ച് 2 കഷ്ണമാക്കി. ഈ വേല് മുറിച്ചിട്ടതും പോരാഞ്ഞിട്ട് ഭീഷ്മർ ഈ നല്ല ബ്രോഡായിട്ടുള്ള തലയുള്ള, നല്ല വീതിയുള്ള തലയുള്ള ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് ഘടിപ്പിച്ച് ഭീമൻ്റെ വില്ല് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഭീമനെ കവർ ചെയ്യാൻ പെട്ടെന്ന് സാത്വികി എത്തി. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് സമയത്തെത്തും. സാത്വികി എത്തിയിട്ട് സാത്വികിയുടെ രഥം ഇങ്ങനെ കറങ്ങി ഭീഷ്മർക്ക് ചുറ്റിലും പോയി അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസ്ത്രങ്ങൾ ഭീഷ്മർക്ക് നേരെ വന്നപ്പോൾ ഭീഷ്മർക്ക് അപ്പോഴും വികാരമാറ്റമില്ല. ഒഴിഞ്ഞു മാറിയതിന് ശേഷം ഭീഷ്മർ ഒരു പരിപാടി കാണിച്ച് അസ്ത്രങ്ങൾ എയ്ത് സാത്വികിയുടെ തേരാളിയെ എങ്ങോട്ട് തട്ടിക്കളഞ്ഞു. കാരണം എന്താണ്? ഇപ്പോൾ സാത്വികിയുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഭീഷ്മർ മറ്റുള്ള ഒരാളുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭീഷ്മർ എന്തോ ചെയ്ത് സാത്വികിയുടെ സാരഥിയെ അസ്ത്രം ഇതങ്ങ് വധിച്ചു. അങ്ങനെ ഈ ഒരു രഥത്തിൻ്റെ കൺട്രോൾ തെറ്റിയപ്പോഴത്തേക്കും ഈ കുതിരകൾ പേടിച്ചിട്ട് ഈ രഥവും കൊണ്ടങ്ങ് പോയി. അങ്ങനെ സാത്വികിയുടെ കുതിരകൾക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ആ കുതിരകൾ ആ രഥവും വലിച്ചുകൊണ്ടിങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാവരും സാത്വികിയുടെ പിന്നാലെ പോയി അയാളെ രക്ഷിക്കാനായിട്ട് പോകുന്നവരും ഉണ്ടായിരുന്നു, അയാളെ ആക്രമിക്കാനായിട്ട് പോകുന്നവരും ഉണ്ടായിരുന്നു. ഭീഷ്മർ പതുക്കെ തൻ്റെ മുഖം തിരിച്ച് പാണ്ഡവപക്ഷത്തിലെ സൈന്യത്തിന് നേരെ വീണ്ടും പ്രഹരിച്ചു കൊണ്ടിരുന്നു. ഇതേ സമയം വിരാടനെയും പ്രഹരിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ഭീഷ്മരും ദ്രോണരും കൗരവപക്ഷത്തിൻ്റെ പടത്തലയ്ക്കിൽ നിന്നുകൊണ്ട് പാണ്ഡവ സൈന്യത്തിനെ എരച്ചു കയറി അങ്ങോട്ട് നശിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തൻ്റെ മുന്നിലുണ്ടായിരുന്ന വിരാടൻ ഭീഷ്മർക്ക് നേരെ 3 അസ്ത്രങ്ങൾ എയ്തു. ഇത് ഭീഷ്മർ ഒട്ടും സഹിച്ചില്ല. അതിന് മറുപടിയായിട്ട് ഭീഷ്മർ നേരെ തിരിച്ചും അസ്ത്രങ്ങൾ അയച്ചു. ഈ സമയത്ത് ഭീഷ്മർക്ക് നേരെ അർജുനൻ ഒരസ്ത്രം അയക്കാൻ ഒരുങ്ങിയപ്പോൾ അർജുനൻ്റെ നെഞ്ചത്ത് എവിടെയോ നിന്ന് 6 അസ്ത്രങ്ങൾ തറച്ചങ്ങ് കയറി. അർജുനൻ ആ അസ്ത്രങ്ങളെ തട്ടിമാറ്റിയിട്ട് ആ അസ്ത്രം വന്ന ദിശയിലേക്ക് നോക്കിയപ്പോൾ മേഘം മൂടിയ ചുവന്ന വെളിച്ചമുള്ള ആ അന്തരീക്ഷത്തിൽ അർജുനൻ അവിടെ ഒരു രഥം നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ആ രഥത്തിന് മുകളിലായി ഒരു ധ്വജം പറക്കുന്നുണ്ട്. ആ ധ്വജത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ അമ്പും വില്ലുമായിരുന്നു അടയാളം. ആ യോദ്ധാവ് ധരിച്ചിരുന്ന വസ്ത്രമെന്ന് പറയുമ്പോൾ നീല നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. ഓരോ പേശികളും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ശക്തമായ ബാഹുബലമുള്ള ഒരു കയ്യിൽ അദ്ദേഹം ഏന്തിരിക്കുന്നു ശക്തമായ ഒരു വില്ല്. ആ യോദ്ധാവിൻ്റെ പടച്ചട്ട നോക്കിയപ്പോഴത്തേക്കും അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ആ യോദ്ധാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കോപമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റിയിൽ ത്രിപുണ്ഡ്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവൻ്റെ തൃക്കണ്ണ് പോലെ ആ നെറ്റിയിൽ ഒരു രത്നവുമുണ്ടായിരുന്നു. രുദ്രനെപ്പോലെ അവിടെ നിൽക്കുന്ന രുദ്രാവതാരം മറ്റാരും തന്നെ അല്ലായിരുന്നു, സാക്ഷാൽ മഹാരഥൻ അശ്വത്ഥാമാവായിരുന്നു. ദ്രൗണി അർജുനന് നേരെ തൻ്റെ വില്ലുകൾ ഉയർത്തി വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു.
ആ അസ്ത്രങ്ങളെ അർജുനൻ മുറിച്ചിട്ടു. അർജുനൻ ദ്രൗണിയുടെ വില്ലൊന്ന് മുറിച്ചു കളഞ്ഞു. ദ്രൗണി മുറിഞ്ഞുപോയ തൻ്റെ വില്ലിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ മുഖം ചുവന്ന നിറത്തിൽ കോപം കൊണ്ട് ജ്വലിച്ചു. ദ്രൗണി ആ സമയത്ത് തൻ്റെ കണ്ണിലെ തേജസ് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തിന് മുഴുവനും കത്തിച്ചു കളയുമോ എന്ന് ഭയം തോന്നുന്ന രീതിയിലുള്ള ദേഷ്യമായിരുന്നു ദ്രൗണിയുടെ മുഖത്തുണ്ടായിരുന്നത്. അലറി വിളിച്ചുകൊണ്ട് ആ മുറിഞ്ഞ വില്ലിനെ 2 കഷ്ണമായി വലിച്ചു പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് ദ്രൗണി ലക്ഷണമൊത്ത മറ്റൊരു വില്ല് തൻ്റെ കയ്യിലേക്കെടുത്തു. എന്നിട്ട് ആ വില്ലിൽ അസ്ത്രം വെച്ച് വലിച്ചു പിടിച്ച് അർജുനന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. 70ഓളം അസ്ത്രങ്ങൾ കൃഷ്ണന് നേരെയും അയച്ചു. എന്നിട്ട് പോരാട്ടത്തിന് തയ്യാറായി ഇങ്ങനെ ദ്രൗണി അർജുനനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അർജുനൻ തൻ്റെ ഗാന്ധീപത്തിനെ വലത്തെ കൈയിൽ നിന്ന് ചുഴറ്റി ഇടത്തെ കൈയിലേക്ക് ശക്തമായി മുറുക്കെ പിടിച്ചുകൊണ്ട് ഏകദേശം 10 അസ്ത്രങ്ങളാണ് അശ്വത്ഥാമാവിന് നേരെ അയച്ചത്. ആ 10 അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിൻ്റെ പടച്ചട്ടയിലേക്ക് തറച്ചു. ചില അസ്ത്രങ്ങൾ പടച്ചട്ട തുളച്ച് അശ്വത്ഥാമാവിൻ്റെ ദേഹത്തിൽ മുറിവുണ്ടാക്കി. അശ്വത്ഥാമാവിൻ്റെ മുഖത്തെല്ലാവരും നോക്കിയപ്പോൾ ഈ അസ്ത്രങ്ങൾ തറച്ചു കയറുമ്പോഴുള്ള വേദന ആ മുഖത്ത് കാണുന്നില്ല. അശ്വത്ഥാമാവ് സ്ട്രെസ്സിനല്ല. അപ്പോഴും തീക്ഷ്ണമായ നോട്ടത്തിൽ നിന്ന് അശ്വത്ഥാമാവ് ആ അസ്ത്രങ്ങളെല്ലാം വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് വീണ്ടും അസ്ത്രങ്ങൾ കൊണ്ട് അർജുനനെ പ്രഹരിച്ചു തുടങ്ങി. അങ്ങനെ അർജുനനും അശ്വത്ഥാമാവിനും ഇടയിൽ ഗംഭീരമായൊരു പോരാട്ടം. ആകാശമാർഗം തന്നെ പരസ്പരം അവരവരുടെ അസ്ത്രങ്ങളെ മുറിച്ചിട്ട് കൊണ്ടിരിക്കുന്നു. പരസ്പരം അവരുടെ സാരഥികളെയും അതുപോലെ പരസ്പരം അവരുടെ വില്ലുകൾ മുറിക്കുവാനുമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു ശ്രമം. ഈ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട്, അതായത് മഴ ചാറുന്ന ശബ്ദം പോലെ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, ഒരസ്ത്രം പോലും വേസ്റ്റ് ആവുന്നില്ല. ആ അസ്ത്രങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടി തെറിച്ചു വീഴുന്ന ശബ്ദം, തടികൾ മുറിയുന്ന ശബ്ദം, രഥങ്ങൾ പ്രഹരിക്കുന്ന ശബ്ദം, ഇതെല്ലാം ആളുകൾ കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് അർജുനനുമായിട്ട് ദ്രൗണി കട്ടയ്ക്ക് കട്ട പിടിച്ചു നീക്കുന്നു. എന്നിട്ടും ഒരു കുലുക്കവുമില്ലാത്ത ദ്രൗണി സംഹാരമൂർത്തിയെപ്പോലെ അവിടെ നിന്നുകൊണ്ട് അസ്ത്രം എയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കേട്ടുള്ള അറിവെന്ന് പറയുമ്പോഴത്തേക്കും അശ്വത്ഥാമാവ് മഹാദേവൻ്റെ അംശാവതാരമാണല്ലോ. അവിടെ മഹാവിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ നരൻ്റെ പുനർജന്മമായിട്ടുള്ള അർജുനൻ, അതുപോലെ തന്നെ ഇപ്പുറത്ത് മഹാദേവൻ്റെ അംശാവതാരമായിട്ടുള്ള അശ്വത്ഥാമാവ്, 2 പേരും തമ്മിൽ ഭയങ്കര പോരാട്ടം. ഈ പോരാട്ടം കണ്ടിട്ട് അവിടുത്തെ ജനങ്ങൾക്ക്, അതായത് സൈനികർക്ക് അത്ഭുതം തോന്നിപ്പോയി. കൗരവപക്ഷത്തിലുള്ള ആളുകൾ ഒരു ബഹുമാനത്തോടെയും ആദരവോടെയും സർവോപരി അത്ഭുതത്തോടു കൂടിയും ദ്രൗണിയെ ഇങ്ങനെ നോക്കുന്നു. ദ്രൗണി പിറക്കോട്ട് പോകുന്നില്ല. പെട്ടെന്ന് അർജുനൻ ഓർത്തു, ഇങ്ങനെയാണ് വ്യാസമഹാഭാരതത്തിൽ കിടക്കുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഗുരുവിൻ്റെ പുത്രനാണ്. അപ്പോൾ തന്നെയും പഠിപ്പിച്ചിട്ടുള്ള ആളൊക്കെയാണത്. പിന്നെ അത് മാത്രമല്ല, അയാൾ ബഹുമാനം അർഹിക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എന്നൊക്കെ തോന്നിയിട്ട്, അല്ല ഇനി അവിടെ നിന്ന് പോരാടിയാൽ പരസ്പരം ജീവൻ എടുക്കേണ്ടി വരും, ആ രീതിക്ക് ആ യുദ്ധം പോയി. അതുകൊണ്ട് അർജുനൻ അവിടെ നിന്ന് പിൻവാങ്ങിയെന്നാണ് വ്യാസമഹാഭാരതത്തിൽ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അർജുനനെ അങ്ങനെ പിന്മാറ്റണമെങ്കിൽ ആ രീതിക്ക് ദ്രൗണി അവിടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു സംഹാരമൂർത്തിയെപ്പോലെ അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് രഥത്തിൽ നിന്ന് തന്നെ ചാടി അസ്ത്രങ്ങൾ ചെയ്ത് ഇങ്ങനെ പ്രകടനം കാണിച്ചുകൊണ്ടിരുന്നത് കണ്ടിട്ട് എല്ലാവരും അശ്വത്ഥാമാവിനെയും ജയ് വിളിച്ചു. എന്നാൽ അർജുനൻ അവിടെ നിന്ന് പിൻവാങ്ങിയതും ആളുകൾ ജയ് വിളിച്ചതൊന്നും അശ്വത്ഥാമാവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അശ്വത്ഥാമാവ് അർജുനൻ ഓങ്ങി വെച്ചിരുന്ന അസ്ത്രം നേരെ മാറ്റി പാണ്ഡവപക്ഷത്തിലേക്ക് എയ്ത് കയറ്റി. എന്നിട്ട് ദിശ മാറി വികാരമാറ്റമില്ലാതെ പാണ്ഡവ സൈന്യത്തിന് ഒരു ഭാഗത്തു നിന്ന് അശ്വത്ഥാമാവ് മുച്ചൂടും മുട്ടിച്ചു തുടങ്ങി. ഇത് അശ്വത്ഥാമാവിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രം. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു യോദ്ധാവിൻ്റെ ഗംഭീര പ്രകടനങ്ങളുണ്ട്. ഞാൻ വായിച്ചിറങ്ങിയത് പ്രകാരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കൗരവപക്ഷത്ത് നിന്നുകൊണ്ട് പാണ്ഡവരിൽ ഏറ്റവും കൂടുതൽ വിനാശം സൃഷ്ടിച്ച ആൾ ഒരു പക്ഷേ അശ്വത്ഥാമാവായിരിക്കും. അത്രത്തോളം പ്രകടനം അശ്വത്ഥാമാവിൻ്റെ ഇനി വരാൻ കിടപ്പുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അശ്വത്ഥാമാവ് അവിടെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ദുര്യോധനനും ഭീമസേനനും ഇടയിലെ പോരാട്ടം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ദുര്യോധനൻ ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. ആ അസ്ത്രങ്ങൾ ഭീമസേനൻ്റെ ദേഹത്തേക്ക് തുളച്ച് കയറി. അപ്പോൾ എന്നിട്ട് ദുര്യോധനൻ്റെ ആ ഒരു പോർവീര്യം അങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറിയിട്ട് ദുര്യോധനൻ ഭീമന് മുന്നിൽ നിന്ന് അലറി. ദേഷ്യം വന്ന ഭീമൻ 10ഓളം അസ്ത്രങ്ങളെടുത്ത് തൻ്റെ ചെവിയോളം വലിച്ചു പിടിച്ച് ഒന്നിനു പിറകെ ഒന്നായിട്ട് ആ ദുര്യോധനന് നേരെ എയ്ത് കയറ്റി. എന്നാൽ അത് വന്ന സ്പീഡ്, ശക്തി, അത് ദുര്യോധനന് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയും വേഗത്തിലായിരുന്നു. ആ അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് ഇടിച്ചങ്ങ് കയറി. അങ്ങനെ ദുര്യോധനൻ്റെ പടച്ചട്ട പിളർന്നാണ് ആ ഒരു അസ്ത്രങ്ങൾ അകത്ത് കയറിപ്പോയത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, സാധാരണ ആളുകൾ വലിച്ചു വിടുന്നതിനെക്കാട്ടിയും ശക്തിയോടെ ആയിരിക്കും ഭീമനെ ഈ അസ്ത്രങ്ങൾ വരുന്നത്. കാരണം അയാൾക്ക് ഓൾറെഡി നല്ല ആരോഗ്യമുള്ള മനുഷ്യനും കൂടെ അല്ലേ. അപ്പോൾ അത്രയും ശക്തിയുള്ള അസ്ത്രങ്ങൾ വന്ന് കയറിയപ്പോൾ ദുര്യോധനൻ പെട്ടെന്ന് അവിടെ ഇങ്ങനെ നിന്നു. ആ സമയത്ത് ദുര്യോധനൻ്റെ പടച്ചട്ടയിൽ നിന്നൊരു രത്നം ഇങ്ങനെ അടർന്നിങ്ങനെ തൂങ്ങിക്കിടന്നു. ആ രത്നം, അപ്പോൾ ആ രത്നം സൂര്യവെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ചുവന്ന നിറത്തിൽ ദുര്യോധനൻ അവിടെ നിന്നത് കണ്ടപ്പോൾ ഒരു സുന്ദരനായി തോന്നിയെന്നാണ് പറയണേ. ഇത് യോദ്ധാവിന് ചേർന്നൊരു ലുക്ക് എന്നുള്ള രീതിക്ക് വർണ്ണിച്ചേക്കുന്നതാണ് അത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്,
ഈ യുദ്ധത്തിനൊക്കെ വരുന്ന പടച്ചട്ടയിൽ ഇവരൊക്കെ രത്നവും വെച്ചുകൊണ്ട് വരുന്നത് എന്തിനാ? ഒരു സിനിമയുണ്ടല്ലോ, കലാഭവൻ ഷാജോണും അതുപോലെ അബൂ സലിം, ഇവർ രണ്ടുപേർക്കിടയിലുള്ളൊരു സംസാരം. അബൂ സലിം ഈ പുള്ളിക്കാരൻ്റെ കാര്യസ്ഥനാണ്. വലിയ വീടാണല്ലോ, കാശിൻ്റെ ഏനക്കേട എന്ന് പറയുമല്ലോ, ഏകദേശം അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പടച്ചട്ടയിൽ രത്നമൊക്കെ വെച്ചുകൊണ്ട് വരിക, കാശിൻ്റെ ഏനക്കേടല്ലേ ഇതൊക്കെ. അങ്ങനെ ആ ഒരു രത്നം ഇങ്ങനെ ഇളകി വന്ന് വീണു. ഭീമനുമായിട്ട് പോരാടിത്തുട. എന്നിട്ട് ഇവർ രണ്ടുപേരും ഭയാനകമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം അവിടെ നടത്തി. ഇത് കണ്ടിട്ട് സഞ്ജയൻ പറയുന്നത് എന്തെന്നറിയോ? ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോരാടിയത് ദേവന്മാർ ഭൂമിയിൽ ഇറങ്ങി പോരാടുന്ന പോലെയായിരുന്നു എന്ന്. അതുപോലത്തെ ഒരു പോരാട്ടം ദുര്യോധനനും ഭീമസേനനും അവിടെ നടത്തി. ഈ സമയത്ത് അഭിമന്യു യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ അപ്പുറം ഒരു പോരാട്ടം നടത്തുകയാണ്. അവിടെ പുരുമിത്രനെയും ചിത്രസേനനെയും അഭിമന്യു തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരിരുവരും അഭിമന്യുവിനെയും പ്രഹരിക്കുന്നുണ്ട്. ബഹുവർണ്ണത്തിലുള്ള നിറങ്ങളുള്ള അസ്ത്രങ്ങൾ അഭിമന്യുവിൻ്റെ രഥത്തിൽ നിന്നും പുരുമിത്രൻ്റെയും ചിത്രസേനൻ്റെയും രഥത്തിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ പരസ്പരം രഥത്തിൽ കൊള്ളുന്നു, അവരുടെ ദേഹത്ത് കൊള്ളുന്നു, അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നു. ഭയങ്കരമായിട്ടുള്ള പോരാട്ടം അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ സത്യവ്രതൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരനുമെത്തി. അയാളും അഭിമന്യുവിനെ പ്രഹരിച്ചു തുടങ്ങി. രണ്ട് പക്ഷത്തിലുള്ള ആളുകളുടെയും ദേഹം ഇപ്പോൾ ചുവന്ന നിറം കൊണ്ട് മൂടിയൊക്കെയാണ്. അതുപോലത്തെ പോരാട്ടം മുറുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അഭിമന്യുവിനെ നേരിടാൻ മറ്റുള്ള കൗരവ രാജകുമാരന്മാരും അവിടെ എത്തി. പക്ഷെ ആരെത്തിയെന്ന് പറഞ്ഞാലും അവരെയൊക്കെ കാട്ടിയും അഭിമന്യുവിന് അസ്ത്രവിദ്യയിൽ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിമന്യുവിൻ്റെ ആ ഒരു പ്രകടനത്തിന് മുൻപിൽ അവരുടെ എല്ലാവരുടെയും ദേഹത്ത് മുറിവുകളുണ്ടായി. ഉടനെ തന്നെ അഭിമന്യുവിൻ്റെ മുന്നിലേക്ക്, ഈ കൗരവ രാജകുമാരന്മാരുടെ രഥത്തിന് മുന്നിലേക്ക് ഒരു രഥം ഇങ്ങനെ നിരങ്ങി വന്ന് കയറുകയാണ്. കയറുന്നതിൻ്റെ കൂട്ടത്തിൽ അഭിമന്യുവിന് നേരെ ഒരു അസ്ത്രവും അയച്ചു. ആരാണെന്നറിയോ? ദുര്യോധനൻ്റെ മൂത്ത മകനായ മഹാരഥൻ ലക്ഷ്മണകുമാരനായിരുന്നു. ലക്ഷ്മണകുമാരൻ ആൾ സൂപ്പറാണ് കേട്ടോ. അഭിമന്യുവും ലക്ഷ്മണകുമാരനും തമ്മിലുള്ള ഒരുപാട് പോരാട്ടങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മണകുമാരൻ അഭിമന്യുവിനെ ആക്രമിച്ച ആ സമയത്ത് അഭിമന്യു ലക്ഷ്മണകുമാരൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ എയ്തു കയറ്റി. ലക്ഷ്മണകുമാരൻ തളർന്നില്ല, വിഷമിച്ചില്ല. ഉടനെ തന്നെ അഭിമന്യുവിൻ്റെ ദേഹത്തേക്കും ലക്ഷ്മണകുമാരൻ അസ്ത്രങ്ങൾ എയ്തു. അത് അഭിമന്യുവിൻ്റെ ദേഹത്ത് കൊണ്ടു. അസ്ത്രങ്ങൾ ദേഹത്തു നിന്ന് വലിച്ചു കളഞ്ഞിട്ട് അഭിമന്യു അടുത്ത അസ്ത്രങ്ങൾ തൻ്റെ വില്ലിലെടുത്ത് തൊടുത്തുകൊണ്ട് ലക്ഷ്മണകുമാരനെയും ലക്ഷ്മണകുമാരൻ്റെ കുതിരകളെയും അതുപോലെ ലക്ഷ്മണകുമാരൻ്റെ സാരഥിയെയും ആക്രമിച്ചു. ആ സാരഥിയും കുതിരകളും വധിക്കപ്പെട്ടപ്പോൾ ലക്ഷ്മണകുമാരൻ ആ രഥത്തിൽ നിൽപ്പായി. എന്നാൽ അപ്പോഴും ലക്ഷ്മണകുമാരൻ്റെ മുഖത്ത് ഭയമെന്നൊരു വികാരം വന്നില്ല. പെട്ടെന്ന് തന്നെ ശക്തമായിട്ടുള്ളൊരു വേലെടുത്ത് ലക്ഷ്മണകുമാരൻ അഭിമന്യുവിന് നേരെ വലിച്ചെറിഞ്ഞു. അഭിമന്യു തൻ്റെ കൈവേഗം കൊണ്ട് അസ്ത്രങ്ങൾ അയച്ച് ആ രഥത്തിനെ ആ ഒരു വില്ലിനെ ആ ഒരു വേലിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു. ഈ സമയത്ത് അടുത്ത ആയുധം എടുക്കുവാനായി ലക്ഷ്മണകുമാരൻ ഒരുങ്ങിയ ആ ഗ്യാപ്പിൽ കൃപാചാര്യരെവിടെ എത്തി ലക്ഷ്മണകുമാരനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. കാരണം അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം. എന്നാൽ ഈ സമയത്ത് ഭീഷ്മർ പാണ്ഡവ പക്ഷത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും അങ്ങ് മുച്ചൂടും മുടിച്ചു. ഭീഷ്മരുടെ അസ്ത്രപ്രയോഗത്തിൽ അന്ന് ഗജസൈന്യങ്ങൾ, കുതിരസൈന്യങ്ങൾ, രഥസൈന്യങ്ങൾ, കാലാൾ പടയാളികളൊക്കെ വീണു. ഭീഷ്മരുടെ ഈ പ്രകടനം അത്യധികം ഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. പാണ്ഡവ പക്ഷത്തിലുള്ള സൈനികരെ എല്ലാം ഭീഷ്മർ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. ഇത് കണ്ട സാത്വികി, ഇതെല്ലാം സാത്വികി കാണുന്നുണ്ട്. സാത്വികി പാണ്ഡവ പക്ഷത്തിലുള്ള ആളുകളെല്ലാം ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ട് സാത്വികി ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവണം, ഭീഷ്മാചാര്യരും തൻ്റെ ഗുരു തന്നെയല്ലേ, തൻ്റെ ഗുരുവിന് മാത്രമല്ല ഗുരുവിൻ്റെ ശിഷ്യനായ സാത്വികിക്കും ഇതെല്ലാം സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ട് തന്നെ ആയിരിക്കും സാത്വികി അതിമനോഹരവും ശക്തവുമായിട്ടുള്ളൊരു വില്ല് തൻ്റെ കയ്യിലെടുത്തു. വില്ല് എടുത്തതിന് ശേഷം അത് കയ്യിലിട്ട് ഉലച്ചിട്ട് തൻ്റെ രഥത്തെ കൗരവപക്ഷത്തിൻ്റെ ഒരു സൈന്യത്തിലേക്ക് ഇരച്ചു കയറ്റുവാനായി സാത്വികി തൻ്റെ സാരഥിയോട് പറഞ്ഞു. അങ്ങനെ കൗരവപക്ഷത്തിൻ്റെ ഒരു സൈന്യത്തിലേക്ക് സാത്വികി തൻ്റെ ഈ ഒരു രഥം ഇടിച്ചങ്ങ് കയറ്റി. എന്നിട്ട് ഇത് കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ആയിരക്കണക്കിന് രഥങ്ങൾ സാത്വികിക്ക് നേരെ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ദുര്യോധനൻ 5000 രഥങ്ങൾ അർജുനന് നേരെയും പറഞ്ഞു വിട്ടു. അപ്പോൾ സാത്വികിക്ക് മുന്നിൽ ഇരച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന ഈ ഒരു രഥസൈന്യത്തിനെ കണ്ടിട്ട് സാത്വികി ഒട്ടും ഭയന്നില്ല. ആ രഥസൈന്യത്തിനെ ലക്ഷ്യമാക്കി സാത്വികി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ സാത്വികി തൂകുന്ന ശരവർഷം കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം സാത്വികി ഓരോ തവണ അസ്ത്രങ്ങൾ എയ്യുമ്പോഴും അവിടെ 100 കണക്കിന് അസ്ത്രങ്ങൾ വരുന്നത് പോലെ തോന്നി. അത്ര കൈവേഗത്തിലാണ് സാത്വികി അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നത്. ആ അസ്ത്രങ്ങളെല്ലാം പറന്നു വന്ന് ഈ രഥങ്ങൾക്ക് മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചില ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ സാത്വികി അവിടെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതെല്ലാം ദിവ്യാസ്ത്രങ്ങളാണെന്ന് എടുത്തു പറയുന്നില്ല. ആ ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ കൊണ്ട് ഒരുപാട് നേരം കൊണ്ട് സാത്വികി ഈ ഒരു ആയിരക്കണക്കിന് രഥങ്ങളെ മുച്ചൂടും മുടിച്ചു. എന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സാത്വികി പെട്ടെന്ന് കൗരവപക്ഷത്തിൽ നിന്നൊരു പാണ്ഡവപക്ഷത്തിലെ സൈന്യത്തിലേക്ക് ഇടിച്ചു കയറുന്നത് സാത്വികി ശ്രദ്ധിക്കുന്നത്. സാത്വികി പെട്ടെന്ന് ആ രഥത്തിലേക്ക് നോക്കിയപ്പോൾ ആ രഥത്തിൽ സാത്വികിക്ക് കാണാൻ കഴിഞ്ഞത് മഹാരഥനായ ഭൂരിശ്രവസിനെയാണ്. ഭൂരിശ്രവസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു,
ഭീഷ്മരുടെ വല്യച്ഛൻ്റെ പേരക്കുട്ടിയാണ് ഭൂരിശ്രവസ്. ആൾ അടിപൊളി യോദ്ധാവാണ് കേട്ടോ. അധികമൊന്നും നമുക്ക് എല്ലാ കഥകളിലും കേൾക്കാൻ പറ്റാത്ത രണ്ടാളുകളാണ് സാത്വികിയും ഭൂരിശ്രവസും. അവർ രണ്ടുപേരും ഇപ്പോൾ നേർക്കുനേർ വന്നു. അങ്ങനെ സാത്വികിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാണ്ഡവ പക്ഷത്തു നിന്ന് ഇപ്പോൾ കുറേ യോദ്ധാക്കളുണ്ട്. അവരും നേരെ സാത്വികിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭൂരിശ്രവസിന് നേരെ പോവുകയാണ്. എന്നാൽ സാത്വികി നശിപ്പിച്ച രഥസൈന്യത്തിനെ കണ്ട ഭൂരിശ്രവസ് കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് സാത്വികിയെ ലക്ഷ്യം വെച്ച് ഭൂരിശ്രവസ് നേരെ പോവുകയാണ്. എന്നിട്ട് ഭൂരിശ്രവസ് സാത്വികിയെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. ആ അസ്ത്രങ്ങളെ സാത്വികി മുറിച്ചിടുന്നു. അങ്ങനെ ഇവർക്കിടയിൽ അസ്ത്രപ്രയോഗം തുടങ്ങുകയാണ്. പ്രഗത്ഭരായിട്ടുള്ള രണ്ട് ധനുർധാരികളിൽ നിന്ന് പോരാടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം മെയ്വഴക്കമാണ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഈ സമയത്ത് സാത്വികിയെ ആക്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഭൂരിശ്രവസ് കൊള്ളിമീൻ പോലത്തെ, അതായത് ഇടിമിന്നൽ പോലത്തെ അസ്ത്രങ്ങൾ സാത്വികിയുടെ കൂടെ നിൽക്കുന്ന സൈന്യത്തിന് നേരെ അയച്ചു. ഭൂരിശ്രവസ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇവരെ എല്ലാവരെയും ഇങ്ങനെ പോരാടുന്നത് കണ്ടപ്പോൾ സാത്വികിയുടെ കൂടെ നിന്ന സൈനികർ പേടിച്ചോടന്ന് ഓടിക്കളഞ്ഞു. ഭൂരിശ്രവസ് എന്നിട്ടും അസ്ത്രങ്ങൾ എയ്ത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്നു. ഈ സമയത്ത് ഭൂരിശ്രവസ് സാത്വികിയും നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒട്ടും ഭയമില്ലാതെ ഒരു തികഞ്ഞ യോദ്ധാവിനെ പോലെ ഭൂരിശ്രവസ് അവിടെ നിന്നുകൊണ്ട് കൗരവ പക്ഷത്തിനു വേണ്ടി പാണ്ഡവ പക്ഷത്തിലെ മഹാരഥനായ സാത്വികിയെ പ്രഹരിച്ചപ്പോൾ പാണ്ഡവർക്കെല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ പാണ്ഡവ പക്ഷത്തിലുള്ള സൈന്യം സാത്വികിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പേടിച്ചോടിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ സാത്വികിയുടെ 10 പുത്രന്മാർ അവിടെ എത്തി. അങ്ങനെ സാത്വികിയുടെ 10 പുത്രന്മാർ അവിടെ വന്ന് സാത്വികിക്ക് ഇരുവശവും നിന്നു. എന്നിട്ട് ഉടനെ തന്നെ സാത്വികി ഭൂരിശ്രവസിനെ വിളിച്ചു പറഞ്ഞു, മഹാനായ യോദ്ധാവേ ഭൂരിശ്രവസേ, നിന്റെ പ്രകടനമൊക്കെ കൊള്ളാം. അത്ര ധീരനാണെങ്കിൽ നമ്മളുമായിട്ട് പോരടിച്ചാലും. നമ്മളുമായിട്ട് പോരാടി ഇന്ന് നമ്മളെ എല്ലാം നീ വീഴ്ത്തിയാൽ നിനക്ക് വിശ്വപ്രശസ്തിയായിരിക്കും നേടാൻ തോന്നുന്നത്. എന്നാൽ അത് നിന്നെക്കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഇന്ന് നമ്മൾ നിന്നെ തട്ടുന്നതായിരിക്കും. ഉടനെ തന്നെ ഭൂരിശ്രവസ് ഒരു ചിരി തിരിച്ചിട്ട് തിരിച്ചു പറഞ്ഞു, ധീരനായ സാത്വികി, നീ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. പക്ഷേ നിൻ്റെ ആഗ്രഹം ഞാനും നിന്നോട് പോരാടണമെന്ന് തന്നെയാണെങ്കിൽ ശരി, നിങ്ങളെല്ലായിടത്തിനും ഞാനിന്ന് തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് തുരുതുര അസ്ത്രങ്ങൾ ഭൂരിശ്രവസ് സാത്വികിക്ക് നേരെ അയച്ചു. അങ്ങനെ ഭൂരിശ്രവസും സാത്വികിയുടെ 10 പുത്രന്മാരും തമ്മിലുള്ളൊരു പോരാട്ടം കൗരവ പക്ഷത്തിൽ. ഇത് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകിട്ടാവാറായി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിശ്രവസ് ഒറ്റയ്ക്കൊരു ഭാഗത്ത്, ഓപ്പോസിറ്റായിട്ട് 10 രഥങ്ങളും സാത്വികിയും, അതായത് സാത്വികിയുടെ 10 മക്കളും സാത്വികിയും. ഈ പുത്രന്മാർ ഭൂരിശ്രവസിനെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. ഭൂരിശ്രവസിൻ്റെ മുഖത്ത് ഒരൊറ്റ ഭയം പോലും ഇല്ലായിരുന്നു. അവരയക്കുന്ന അസ്ത്രങ്ങളെ ഭൂരിശ്രവസ് മുറിച്ചിട്ടുകൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ഒരാളെ അസ്ത്രമായിട്ട് അതിവേഗത്തിൽ മറ്റൊരാൾക്ക് അസ്ത്രമയച്ചു. എന്നിട്ട് മറ്റൊരാൾ പ്രതീക്ഷിക്കാത്ത സമയത്തായി അവർക്ക് നേരെ ഭൂരിശ്രവസ് കൈവേഗത്തിൽ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ സാത്വികിയുടെ 10 പുത്രന്മാർക്ക് സഹിച്ചില്ല. അവരുടനെ തന്നെ ഭൂരിശ്രവസിനെ വധിക്കുവാനായിട്ട് ശരവർഷം ഭൂരിശ്രവസിനെ നേരെ ചൊരിഞ്ഞു. എന്നാൽ മുഖത്ത് തെല്ലും ഭയമില്ലാതെ ഭൂരിശ്രവസ് ആ വരുന്ന ശരവർഷത്തിനെ എല്ലാത്തിനെയും മുറിച്ചിട്ടിട്ട്, ചിലതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് അവർക്ക് നേരെ 10 അസ്ത്രങ്ങൾ അയച്ചു. ആ 10 അസ്ത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് സാത്വികിയുടെ 10 പുത്രന്മാരുടെ ബില്ലിലോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് കണ്ടു. ഒരേ നിമിഷം ഈ 10 വില്ലുകളും മുറിഞ്ഞ് 2 കഷ്ണമായി അങ്ങ് നിലത്ത് വീണു. ഇവർക്ക് ദേഷ്യം വന്നു. എന്നാൽ ഭൂരിശ്രവസിൻ്റെ മുഖത്ത് ഇപ്പോഴും ഭയമില്ല. അധികം ചിന്തിക്കാനൊന്നും സമയം കൊടുക്കാതെ ഭൂരിശ്രവസ് ഈ വലിയ വായുള്ള അസ്ത്രങ്ങൾ 10 എണ്ണം എടുത്തിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് സാത്വികിയുടെ 10 പുത്രന്മാർക്ക് അയച്ചു. ഈ 10 അസ്ത്രങ്ങൾ ഓരോ പുത്രന്മാരുടെയും തലയെങ്ങ് തെറിപ്പിച്ചു. സാത്വികി നോക്കി നിൽക്കവേ തൻ്റെ മുന്നിലിട്ട് തൻ്റെ 10 പുത്രന്മാരിങ്ങനെ വീണത് കണ്ടു. ഇത് കണ്ടിട്ട് സാത്വികിക്ക് ദേഷ്യം വന്നു. അന്നേ നാൾ വരെ സാത്വികിയുടെ മുഖത്ത് കണ്ടതിനെക്കാട്ടിയും കൂടുതൽ ദേഷ്യത്തിൽ സാത്വികി യുദ്ധഭൂമിയിൽ നിന്ന് ഗർജിച്ചു. സാത്വികി ഗർജിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ ഭൂരിശ്രവസും ദേഷ്യത്തിൽ വില്ലെടുത്ത് സാത്വികിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. സാത്വികിയും അസ്ത്രങ്ങൾ അയക്കുന്നു. പരസ്പരം അസ്ത്രങ്ങൾ അയക്കുന്നതിനിടയിൽ ഇവർ ദിശ മാറ്റിയും അസ്ത്രങ്ങൾ അയക്കുന്നു. എന്നിട്ട് ഒരുമിച്ച് ഇവർ പരസ്പരം അവരുടെ കുതിരകളെയും വധിച്ചു. അങ്ങനെ രഥം തകർന്ന് ഈ കുതിരകളും വധിക്കപ്പെട്ടിങ്ങനെ വീണപ്പോഴത്തേക്കും രണ്ടുപേരും അവരുടെ വില്ല് മാറ്റി ഉടവാളും പരിചയമെടുത്ത് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് വട്ടം ചുറ്റി ഒരുമിച്ച് ചാടി ആകാശമാർഗത്തിൽ ഭൂരിശ്രവസും സാത്വികിയും തങ്ങളുടെ വാളുകൾ കൊണ്ട് കൂട്ടിമുട്ടിക്കുകയാണ്. ആ ശബ്ദം യുദ്ധഭൂമിയിൽ ചുറ്റിനും നിന്ന ആളുകൾ കേട്ടു. സാത്വികി വട്ടം ചുറ്റി തിരിഞ്ഞും മലക്കം മറിഞ്ഞുമെല്ലാം ഭൂരിശ്രവസിനെ ആക്രമിക്കുന്നു. ഭൂരിശ്രവസ് പരിചയം വാളും കൊണ്ട് ആ പ്രഹരങ്ങളെയെല്ലാം തടുത്തതിന് ശേഷം ഭൂമിയിൽ കൂടെ മലക്കം മറിഞ്ഞ് ചാടി സാത്വികിയെ മറ്റൊരു ഭാഗത്തു നിന്ന് ആക്രമിച്ചു. എന്നാൽ സാത്വികി തിരികെ പോലും ചെയ്യാതെ വാളുകൊണ്ട് അതിനെ തടുത്തതിന് ശേഷം പരിചകൊണ്ട് ഭൂരിശ്രവസിനെ ഇടിച്ചു. എന്നിട്ട് വാളും പരിചയമായിട്ട് ഭയാനകമായ പോരാട്ടം. ഇവർ പരസ്പരം എന്തിനു പോരാടുമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യരെ പോലെയോ യോദ്ധാക്കളെ പോലെയോ ഒന്നും അല്ല രണ്ടുപേരും പോരാടുന്നത്. മൃഗങ്ങളെപ്പോലെ പരസ്പരം ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്നു.
രണ്ടുപേരുടെയും ദേഹമൊക്കെ മുറിയുന്നുണ്ട്. രണ്ടുപേരുടെയും ദേഹം ഇപ്പോൾ ചുവന്ന നിറത്തിലാണ്. രണ്ടുപേരുടെയും രഥം നശിച്ചു. രണ്ടുപേരുടെയും കയ്യിൽ വില്ലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും പോരാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭൂരിസ്രവസ് നിൽക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഒരു രഥം വരുന്നു. അതുപോലെ സാത്വികി നിൽക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി മറ്റൊരു രഥം വരുന്നു. ഭൂരിസ്രവസിനെ ലക്ഷ്യമാക്കി വരുന്ന രഥത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കൊടിയെന്ന് പറയുമ്പോഴത്തേക്ക് നാഗത്തിൻ്റെ ചിഹ്നമുള്ള കൊടിയായിരുന്നു. സാത്വികയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന രഥത്തിലെ കൊടിയെന്ന് പറയുമ്പോൾ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ധ്വജമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് സാത്വികിയുടെ തോളത്ത് ഒരു കൈ ഇങ്ങനെ വന്ന് വീഴുന്നു. ഭീമസേനനായിരുന്നു അത്. ഭീമസേനൻ രഥത്തിൽ വന്നിങ്ങനെ സ്കിഡ് ചെയ്ത് സാത്വികിയുടെ പടച്ചട്ടയുടെ ഒരു ഭാഗത്ത് പിടിച്ച് തൂക്കി രഥത്തിലേക്ക് ഇങ്ങനെ എടുത്തു. ഈ സമയത്ത് ദുര്യോധനനാണ് മറ്റേ രഥത്തിലുണ്ടായിരുന്ന നാഗധ്വജമുള്ള രഥത്തിലുണ്ടായിരുന്ന ദുര്യോധനാണ്. ഈ സമയത്ത് ദുര്യോധനൻ മറ്റൊരു ദിശയിൽ വന്ന് ഇങ്ങനെ കറങ്ങി ഭൂരിസ്രവസിനെ കയ്യിൽ പിടിച്ച് രഥത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. ഭീമസേനൻ ഇങ്ങനെ വന്ന് സാത്വികയെ പിടിച്ച് തൻ്റെ രഥത്തിൽ കയറ്റുന്നു. ദുര്യോധനൻ ഇങ്ങനെ വന്ന് ഭൂരിസ്രവസിനെ പിടിച്ച് തൻ്റെ രഥത്തിൽ കയറ്റുന്നു. എന്നിട്ട് ഇങ്ങനെ പോകുന്നു. ഇവർ രണ്ടുപേരും അവരവരുടെ യോദ്ധാക്കളെ പിടിച്ച സമയത്ത് ദുര്യോധനനും ഭീമസേനനും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് അവരവരുടെ രണ്ട് യോദ്ധാക്കളെയും പിടിച്ച് രഥത്തിലേക്ക് കയറ്റിയത്. ഈ രഥം ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴും അവർ പരസ്പരം തീക്ഷ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടാണ് പോയത്. ഈ രഥം മാറുന്നത് വരെ ക്രോധത്തോടുകൂടി പരസ്പര വൈര്യത്തോടുകൂടി അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ സമയത്ത് ഇതെല്ലാം സംഭവിച്ച ഈ സമയത്ത് അർജുനന് നേരെ അയച്ച 5000 രഥങ്ങളെ അർജുനൻ അവിടെ അസ്ത്രമേത് നശിപ്പിച്ചു. ഇപ്പോൾ വൈകിട്ടായി. ഉടനെ തന്നെ ഭീഷ്മർ തങ്ങളുടെ സൈന്യത്തിനെ പുറകോട്ട് വലിച്ചു. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ സൈന്യത്തിനെയും പുറകോട്ട് വലിച്ചു. എന്നിട്ട് അവരിരുവരും തങ്ങളുടെ ക്യാമ്പുകളിലേക്ക് പോയി. ഇന്നത്തെ ദിവസം അതിഭയാനകമായിട്ടുള്ള ഒരു സങ്കുല യുദ്ധമാണ് ഉണ്ടായത്. എല്ലാവരും പരസ്പരം എന്തിനു പോരാടിയെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അത്രത്തോളം പോർവിറി. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അനിവാര്യമാണ്. അതുപോലത്തെ ഒരു ചോദ്യമാണ് അംഗരാജൻ കർണൻ എവിടെ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. കുരുക്ഷേത്ര യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഈ കൗരവ പക്ഷത്തിനിടയിൽ സംഭവിക്കുന്ന ഒരു ഡിസ്കഷനിൽ കർണൻ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് ഭീഷ്മർ കർണനെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാനത് ചെയ്യാം ഇത് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും ഭീഷ്മർ കർണനെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ അതേ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് മാറാതെ, അതായത് ഒന്നില്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ പതിക്കുക, അതായത് അങ്ങ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് മാറാതെ ഞാൻ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കത്തില്ല, അതുവരെ ഞാൻ എൻ്റെ ആയുധങ്ങൾ കൈകൊണ്ട് തൊടത്തില്ല എന്നുള്ള രീതിക്ക് ഒരു ശപഥം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ശപഥം എടുത്തത് കൊണ്ട് തന്നെ ഭീഷ്മർ വീണതിന് ശേഷം മാത്രമേ കർണൻ യുദ്ധഭൂമിയിലോട്ട് പ്രവേശിക്കുന്നുള്ളൂ, അതായത് പോരാടാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 10ാം ദിവസമാണ് ഭീഷ്മർ വീഴുന്നത്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാതിരിക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനതങ്ങ് പറയാതെ വിട്ടത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ വന്നാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ഒരു ദിവസത്തെ കാര്യങ്ങളിൽ പാണ്ഡവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ കാര്യങ്ങൾ, ഭീമൻ്റെ കാര്യങ്ങളൊക്കെ മാത്രമല്ലേ വരുന്നുള്ളൂ എന്നൊരു കാര്യം സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറയുന്നതല്ല. വ്യാസമഹാഭാരതത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടുള്ള ബോറി ക്രിട്ടിക്കൽ എഡിഷൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ദിവസം ഇന്ന യോദ്ധാക്കളുടെ പ്രകടനമാണെന്ന് പറഞ്ഞാൽ ആ ദിവസം അത്ര യോദ്ധാക്കളുടെ പ്രകടനമേ കാണത്തുള്ളൂ. എൻ്റെ റെഫറൻസ് മെറ്റീരിയലിൽ ഒരു ദിവസം എഴുതിയിട്ടുള്ള അത്ര ഇവൻറ്റുകളും ഞാൻ മിസ് ചെയ്യാതെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്രിയേറ്റീവ് ലിബർട്ടി ഉപയോഗിച്ച് ഞാൻ മാറ്റുന്നുണ്ടോ എന്ന് വായിച്ചാൽ സീനുകൾ ഞാൻ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്, ഭീമസേനൻ യുദ്ധഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു യോദ്ധാവിൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് തൻ്റെ കൈമുട്ടുകൾ കൊണ്ട് പ്രഹരിച്ചു എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഇംപ്രവൈസ് ചെയ്ത് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഭീമസേനൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഈ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഈ യോദ്ധാവിൻ്റെ 6ാം വരിക്ക് മുട്ടുകാലും ഉടക്കി കയറ്റിയെന്നായിരിക്കും ഞാൻ പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എഴുതി വെച്ചേക്കുന്നത്, അശ്വത്ഥാമാവ് അമ്പെയ്തു എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുകയുള്ളൂ. അത് ഞാൻ ഇംപ്രവൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അശ്വത്ഥാമാവ് തൻ്റെ ശക്തമായ കരങ്ങളിൽ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് അസ്ത്രമെയ്യാൻ ഒരുങ്ങി നിന്നപ്പോൾ അത് സാക്ഷാൽ മഹാദേവൻ തൻ്റെ കയ്യിൽ മേരുപർവ്വതമാകുന്ന വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാപാശുപതാസ്ത്രം തൊടുത്ത് ത്രിപുരങ്ങൾ ദഹിപ്പിക്കുവാനായി നിന്നതുപോലെയായിരുന്നു. ഇങ്ങനെ ഞാൻ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ വേണമല്ലോ, കേൾക്കുന്ന ആളുകൾക്കൊരു രസമൊക്കെ വേണ്ടേ, അവർക്കവരുടെ മനസ്സിൽ കാണാൻ പറ്റണ്ടേ. പക്ഷേ അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ എല്ലാ യോദ്ധാക്കളുടെയും ഗംഭീര പ്രകടനങ്ങളുണ്ട്. ഞാൻ 3ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ യോദ്ധാക്കളുടെയും ഗംഭീര പ്രകടനങ്ങൾ വരാൻ കിടപ്പുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. ഞാനൊന്നും മിസ് ചെയ്യുന്നില്ല, ഞാൻ മിസ്സ് ചെയ്യത്തില്ല. ഇനി ഇങ്ങാനും മിസ്സായിപ്പോയാൽ, കാരണം ഇത് ഇത്രയും ഒറ്റയ്ക്കാണ് വായിച്ച് സ്ക്രിപ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം മനുഷ്യസഹജമായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അത് തിരുത്തുക. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യും. ഓക്കെ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ